നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. മാനം കറുത്തു മഴ തുടങ്ങിയാൽ മാത്രം ചർച്ചയാകുന്ന രണ്ട് വിഷയങ്ങളാണ് ഇടുക്കിയിലുള്ളത്. ഒന്ന് മുല്ലപ്പെരിയാർ, മറ്റൊന്ന് പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾ. 2 പതിറ്റാണ്ടിനപ്പുറത്തെ അവകാശ നിഷേധത്തിന്റെ കഥയാണ് പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾക്ക് പറയാനുള്ളത്. അടച്ചുപൂട്ടിയ തോട്ടങ്ങളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും ഇല്ലാതെ ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിൽ മഴയത്ത് കുട ചൂടിയിരുന്ന് നേരം വെളുപ്പിക്കുന്ന പീരുമേട്ടിലെ തോട്ടം തൊഴിലാളിയുടെ ദുരിത ജീവിതം ചർച്ച ചെയ്യാത്ത ഒരു മാധ്യമങ്ങളുമില്ല കേരളത്തിൽ. ലയങ്ങളുടെ നവീകരണത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച കോടികളുടെ കണക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ പോരാടി മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായിട്ടും ഈ മഴക്കാലത്തും തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിന് അറുതിയില്ല. തോട്ടം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകാനെന്ന പേരിൽ തോട്ടഭൂമി മുറിച്ചുവിറ്റ് ഭൂമാഫിയ തടിച്ചു കൊഴുക്കുമ്പോൾ തടയിടാൻ ഒരു സർക്കാർ സംവിധാനത്തിനും കഴിയുന്നില്ല. ഭാരതം ഒരു പൗരന് നൽകുന്ന ഭരണഘടനാപരമായ അവകാശങ്ങളെല്ലാം ലംഘിക്കപ്പെടുകയാണ് ഇവിടെ. നീതി നിഷേധത്തിന്റെ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ചയിലേക്ക് ദുരിതക്കയത്തിലെ മനുഷ്യജീവിതം. ദ ബിഗ് സ്റ്റോറി. വരുന്ന ഡിസംബർ 13-ന് പീരുമേട് ടീ കമ്പനി അടച്ചുപൂട്ടി ഉടമ മലയിറങ്ങിയിട്ട് 1/4 നൂറ്റാണ്ട് തികയുകയാണ്. 25 വർഷം പിന്നിടുമ്പോഴും മാറി മാറി വന്ന സർക്കാരുകൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയം. നഷ്ടത്തിന്റെ പേരിൽ തോട്ടം ഉടമ ഉപേക്ഷിച്ചു പോയപ്പോൾ കേവലം തോട്ടം പ്രതിസന്ധി മാത്രമായി അതിങ്ങനെ സർക്കാരുകൾക്ക്. അടച്ചുപൂട്ടിയ തോട്ടങ്ങളിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലായതും അവരുടെ ദുരിത ജീവിതവും മഴക്കാലത്തെ മാധ്യമ വാർത്തകൾ മാത്രമായി. പോകാൻ മറ്റൊരിടമില്ലാത്തതിനാൽ ഇന്നും ചോർന്നൊലിക്കുന്ന ഏതു നിമിഷവും നിലം പൊത്താവുന്ന കാലപ്പഴക്കം ചെന്ന എസ്റ്റേറ്റ് ലയങ്ങളിൽ കഴിയുന്ന പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾക്ക് വോട്ടവകാശമുണ്ട്. റേഷൻ കാർഡും മറ്റു സർക്കാർ രേഖകളുമുണ്ട്. പക്ഷേ ഇവരുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തുന്ന സർക്കാരുകൾ ഇവർക്ക് നേരെ മുഖം തിരിക്കുന്നത് എന്തിന് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. 2000 ഡിസംബർ 13-നാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച 2 ഫാക്ടറികളും അക്കാലത്ത് അവിടെ പ്രവർത്തിച്ച ഹോസ്പിറ്റലും ബംഗ്ലാവും ഉൾപ്പെടെ ഉപേക്ഷിച്ച തോട്ടമുടമ ഹൈറേഞ്ചിൽ നിന്നും ഇറങ്ങിയത്. 2700ഓളം ഏക്കർ തോട്ടം ഉപേക്ഷിച്ചപ്പോൾ അവിടെ പണിയെടുത്തിരുന്ന 1330 സ്ഥിരം തൊഴിലാളികളും ഏകദേശം അത്രത്തോളം തന്നെ താൽക്കാലിക തൊഴിലാളികളും മറ്റ് ഓഫീസ് ജീവനക്കാരും പ്രതിസന്ധിയിലായി. ഏക്കർ കണക്കിന് തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ജീവിതം തള്ളി നീക്കി ബാക്കിയായ തൊഴിലാളികൾക്ക് അന്നു തുടങ്ങിയതാണ് ദുരിത ജീവിതം. പല തൊഴിലാളികളും മരണത്തിന് കീഴടങ്ങി. ബാക്കിയുള്ളവർ യൂണിയനുകൾ വീതിച്ചു നൽകിയ തോട്ടത്തിൽ കൊളുന്തുന്നുള്ളി നരക ജീവിതം നയിക്കുന്നു. ഉടമ ഉപേക്ഷിച്ചതിനു ശേഷം ഇതുവരെ ലയങ്ങളുടെ അറ്റകുറ്റപ്പണി പോലും നടത്തിയിട്ടില്ല. പല ലയങ്ങളുടെയും മേൽക്കൂര നിലം പൊത്തി. ബാക്കിയുള്ളവ താഴെ വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടി പ്രതിരോധം തീർത്തിരിക്കുന്നു. കരിതുള്ളി പെയ്യുന്ന കാലവർഷത്തിൽ കുട ചൂടി മക്കൾക്ക് കാവലിരുന്ന നേരം വെളുപ്പിക്കുകയാണ് ഇവര്. 25 വർഷമായി മൊത്തം പൊളിഞ്ഞു കിടക്കുക. എല്ലാവരും വന്ന് നോക്കും, പോകും, പിന്നെ ഒന്നും ചെയ്യല്ല. ഞങ്ങൾ കുഞ്ഞുപിള്ളേരും ചെയ്ത് ഇപ്പോൾ പോകുമെന്നറിയില്ല. കുഞ്ഞുപിള്ളേരൊക്കെ ഉണ്ട്, രാത്രിയൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പേടിച്ചായിരിക്കുന്നു. മഴക്കാലം ശക്തമാകുന്നതോടെ ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് എത്തും. ഇതോടെ ഒരു ക്യാമ്പ് തുറക്കും. തൊഴിലാളികളോട് അവിടേക്ക് മാറാൻ പറയും. ഇതുമാത്രമാണ് ഇവർക്ക് വേണ്ടി എല്ലാ വർഷവും സർക്കാർ ചെയ്യുന്നത്. ഇത്തവണയും ഇവരോട് ക്യാമ്പിലേക്ക് മാറാൻ പറഞ്ഞു. പക്ഷേ ഇത്തവണ തങ്ങൾ ക്യാമ്പിലേക്കില്ല എന്ന് ചില തൊഴിലാളികൾ തീർത്തു പറഞ്ഞു. മരിക്കുന്നെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച തോട്ടം തൊഴിലാളികളുടെ വാക്കുകൾ. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. എല്ലാ വർഷത്തിലും ഇപ്പോൾ 15 കൊല്ലമായിട്ട് ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയിരുന്നു. ക്യാമ്പിൽ പോയിരുന്നിട്ട് അവർ 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വന്ന് ഇതിൽ തന്നെ കിടക്കണം. അപ്പോൾ ഈ പ്രാവശ്യം ക്യാമ്പിനെ ഒന്നും വിളിച്ചു ഞങ്ങൾ പോകത്തിരുന്നു. കാരണം ഞങ്ങൾ ചാവണമെങ്കിൽ ഇവിടെ തന്നെ ചത്തോളാം. കാരണം ഇതിപ്പോൾ 3 ദിവസമായിട്ട് ക്യാമ്പിൽ പോയിരുന്നിട്ട് വീണ്ടും ഇവിടെ തന്നെ വന്ന് ഇരിക്കണ്ട. ഇന്നലെ വില്ലേജ് ഓഫീസർ വന്ന് മറ്റേ പ്രസിഡന്റ് വന്ന് ഞങ്ങൾ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇതുപോലെ ക്യാമ്പിൽ പോകത്തില്ല, ഞങ്ങൾ ഉള്ളിൽ ശരിയാക്കി തന്നാൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെ അതിനെ
തുറക്കുന്നതിന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇടപെട്ട് 200-ലധികം ചർച്ചകൾ നടത്തി. എന്നിട്ടും ഫലം കണ്ടിട്ടില്ല. തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ സുരക്ഷിതമാക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ഇടുക്കിയിൽ പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. അതും ഫലം കണ്ടില്ല. 2022 ലയങ്ങളുടെ നവീകരണത്തിനായി ധനവകുപ്പ് 10 കോടി രൂപ അനുവദിച്ചു. ഇതും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. മനുഷ്യാവകാശ പ്രവർത്തകർ വിഷയത്തിൽ ഇടപെട്ടു. മനുഷ്യാവകാശ കമ്മീഷനും പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന അടിയന്തര നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകി. ഇപ്പോഴും ഉറക്കമുണർന്നിട്ടില്ല അധികൃതർ. മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. വിഷയത്തിൽ ഗൗരവമായി ഇടപെടുകയും ലയത്തിന്റെ പുനരുദ്ധാരണ പദ്ധതിയിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം വരുത്തരുതെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിടുകയും ചെയ്തു. സംസ്ഥാനത്തെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുവാൻ 10 കോടിയുടെ പദ്ധതി ബഡ്ജറ്റിൽ വകവെച്ചിട്ടുണ്ടെന്നും അത് ധനവകുപ്പിന്റെ പരിഗണനയിലാണെന്നും തൊഴിൽ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു. 10 കോടിയുടെ ബഡ്ജറ്റ് പദ്ധതിക്ക് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും അനുമതി നേടിയെടുക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ലയങ്ങളുടെ നവീകരണം സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ നവീകരണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ ഇടപെടലും അതുപോലെ തന്നെ കമ്മീഷൻ്റെ ഇടപെടലും ഉണ്ടായി. ഏകദേശം 33,70,000 രൂപയുടെ തുക നൽകാനും അതുപോലെ തന്നെ അതിന് എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകുകയും ചെയ്തു. എന്നാൽ നാളിതുവരെ ലയങ്ങളുടെ നവീകരണം പൂർത്തിയാക്കിയിട്ടില്ല. കാലവർഷം അടുത്തെത്തിയിരിക്കുകയാണ്. ഈ ലയങ്ങളുടെ നവീകരണം സംബന്ധിച്ച് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ തുടർന്ന് വീണ്ടും മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന 17-ാം തീയതി വീരുമേട് ഗസ്റ്റ് ഹൗസ് സെക്ഷനിൽ വെച്ച് മനുഷ്യാവകാശ കമ്മീഷൻ്റെ സിറ്റിംഗ് ഉണ്ടാകും. ഈ കേസ് വീണ്ടും പരിഗണിക്കും. തൊഴിൽ വകുപ്പിലും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിലും ഈ വിഷയം സംബന്ധിച്ച് ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. എത്രയും വേഗം ലയങ്ങളുടെ നവീകരണം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത് പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെ ദുരിത ജീവിതവും അവർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിന്റെയും കഥ. ഇനി കാണേണ്ടത് മറ്റൊന്നാണ്. തൊഴിലാളികളുടെ പേരിൽ പൂട്ടിക്കിടക്കുന്ന തോട്ടഭൂമി മുറിച്ചുവിറ്റ് നടത്തുന്ന ഭൂമാഫിയയുടെ കടന്നുകയറ്റം. തോട്ടം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകാനെന്ന പേരിൽ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇവിടെ മുറിച്ചു വിൽക്കുന്നത്. എന്നാൽ വിൽപ്പനയല്ലാതെ 1 രൂപ പോലും തൊഴിലാളികൾക്ക് ഇതുവരെ നൽകിയിട്ടില്ല. തോട്ടം തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ 5 ഏക്കർ വരെ മുറിച്ചു വിൽക്കുന്നതിന് മുമ്പ് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ മറവിലാണ് വ്യാപകമായി തോട്ടഭൂമി മുറിച്ചു വിൽക്കുന്നത്. ചില കോടതി ഉത്തരവുകളും ഇവർക്ക് അനുകൂല സാഹചര്യം ഒരുക്കി. ആദ്യം 5 ഏക്കർ വിൽപ്പന നടത്തും. പിന്നീട് ഈ സ്ഥലം വീണ്ടും പലർക്കായി 5ഉം 10ഉം സെന്റുകളായി വിൽപ്പന നടത്തും. ടൂറിസം മേഖല ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഭൂമാഫിയയുടെ കടന്നുകയറ്റം. ഇങ്ങനെ വിൽപ്പന നടത്തിയ സ്ഥലത്ത് വീട് വയ്ക്കുവാൻ അനുമതി നൽകിയ അപേക്ഷയിൽ ബദേൽ പ്ലാന്റേഷനിലെ സർവേ നമ്പർ 10/1, 2, 3 എന്നിവയിൽ നിയമസഭാ സമിതിയെ അനുമതി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമാത്രമല്ല, ബോണാമി, MMJ പ്ലാന്റേഷൻ, നീലഗിരി ടീ എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ തോട്ടഭൂമി മുറിച്ചു വിൽക്കാൻ പാടില്ലെന്ന നിർദ്ദേശവും വകവയ്ക്കാതെയാണ് തോട്ടം തൊഴിലാളികളുടെ പേര് പറഞ്ഞ നിയമവിരുദ്ധമായി തോട്ടം മുറിച്ചു വിൽപ്പന ഇപ്പോഴും തുടരുന്നത്. തോട്ടം തൊഴിലാളികളുടെ പേരിൽ കോടികളുടെ ഭൂമി കച്ചവടം നടത്തി മുതലാളിമാർ തടിച്ചു കൊടുക്കുമ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കേണ്ട സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഒപ്പം ലയങ്ങൾ ഇടിഞ്ഞു വീണാലും തൊഴിലാളി പട്ടിണി കിടന്ന് മരിച്ചാലും അതും ഇവർ കണ്ടില്ലെന്ന് നടിക്കും. കാരണം ഈ പാവങ്ങൾ ഇങ്ങനെ ദുരിതക്കയത്തിൽ നരകിച്ച് ജീവിച്ചാൽ മാത്രമേ ഇവിടെ ഇവരുടെ പേരിൽ കോടികളുടെ കച്ചവടം നടത്താൻ പറ്റൂ. ആ ലാഭത്തിന്റെ പങ്ക് പറ്റാൻ കഴിയൂ. ഇന്നത്തെ ബിഗ് സ്റ്റോറി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.